കഴിഞ്ഞ വർഷം അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ചില സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയ നമ്മൾ പറഞ്ഞിരുന്ന കുറേയധികം സബ്ജക്റ്റുകൾ പറഞ്ഞിരുന്നു. പെൻഷൻകാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട പെൻഷൻ്റെ കാര്യങ്ങൾ, അവരുടെ പെൻഷൻ കട്ടായവരുടെ കുറേ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റിയുടെ പ്രശ്നങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഗുണം, വീഡിയോ ചെയ്തതുകൊണ്ട് ഉടനെ പിറ്റേ ദിവസം രാവിലെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു അറ്റൻഷൻ വരാൻ, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നിൽക്കുന്നവർക്ക്, അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് നിൽക്കുന്നവർക്ക് ഒന്നുകൂടി ഒരു ഉണരാൻ, ഒരു ഊർജ്ജം കൊടുക്കാനും അവർ തന്നെയാണ് പോകുന്നത്. കേസിന് പോകുന്നതായാലും പരാതി കൊടുക്കുന്നതായാലും അവർ തന്നെയാണ്. അല്ല, നമുക്കിവിടെ ഇരുന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഊർജ്ജം വരും. പിന്നെ അധികാരികൾക്ക് ഒരു ശ്രദ്ധ വരുന്നത് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് പരിഹരിക്കണം എന്നൊരു തോന്നൽ വരും. അങ്ങനെ ഒരു സാമൂഹ്യ സമ്മർദ്ദം കൊടുക്കുക മാത്രമേ നമ്മളെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വീഡിയോയുടെ ഒരു കാര്യം അത്രേ ഉള്ളൂ, ചാനലുകളും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞ ഒരു വിഷയമാണ് ഗ്രാറ്റുവിറ്റിയുടെ വിഷയം. അതിൽ സുപ്രീം കോടതിയിലെ ഒരു വിധിയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് ആളുകൾ കൊടുത്ത ഒരു കേസിലെ വിധിയാണ് അന്ന് നമ്മൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിൻ്റെ അനുബന്ധമായി കേരളത്തിൽ നിരവധി ലേബർ ഓഫീസുകൾ, ജില്ലാ ലേബർ ഓഫീസുകളിൽ ആളുകൾ പരാതികൾ കേസിൻ്റെ രൂപത്തിൽ കൊടുത്തിരുന്നു. ജില്ലാ ഓഫീസുകളിലാണ് കൊടുക്കുക, അത് ഗവൺമെൻറ്റിലാണ്. അപ്പോൾ കേസ് രൂപത്തിൽ കൊണ്ട് പരാതി കൊടുക്കും. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തപ്പോൾ അവർ അതിന് ഇപ്പോൾ പരിഹാരം ഉണ്ടായി വരുന്നു. പല ജില്ലകളിലും ആളുകൾക്ക് തുക കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പല ജില്ലകളിലും ഇത് സംബന്ധിച്ച പല കാര്യങ്ങളും പെൻഡിങ്ങുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു ഉത്തരവ്, അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കറങ്ങിയിട്ടുള്ള ഉത്തരവാണ്, വളരെ പബ്ലിക് ഡൊമൈനിൽ ഉള്ള ഉത്തരവാണ്. അത് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ കഥ ഇങ്ങനെയാണ്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പേയ്മെൻറ്റ് ഗ്രാറ്റുവിറ്റി ആക്ട് വന്നത്. പെൻഷൻ കിട്ടുമ്പോൾ എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നോ, എത്ര ശമ്പളം വാങ്ങിയിട്ടുണ്ടോ അതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഒരു തുക കണക്കാക്കുന്നതാണ്. ഒരു ഫോർമുല വെച്ച് കണക്കാക്കുന്നതാണ് ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 72 പ്രകാരം കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെയും കോടതി കോട്ടയത്തുള്ള ഒരു ഓഫീസിൽ വന്ന്, അതായത് ഇടുക്കി ജില്ലയിൽപ്പെട്ട ആളുകൾ അവർ കൊടുത്ത പരാതിയിൽ വന്നിട്ടുള്ളതാണ്. അത് അതിൻ്റെ നമ്പർ ഞാൻ പറയുന്നില്ല, ആളിൻ്റെ പേരും പറയുന്നില്ല. എതിരായിട്ടുള്ളത് ICDS ഓഫീസറായിരിക്കും, എതിർകക്ഷി ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറായിരിക്കും, ICDS ഓഫീസറായിരിക്കും എതിർകക്ഷികൾ. അപേക്ഷകരെല്ലാം ഒരു എതിർകക്ഷിയുടെ, അതായത് ഒരു ഓഫീസുമായി ബന്ധപ്പെടുത്തി വന്ന ആളുകളാണ് പരാതി കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചാണ് അവർക്ക് ഉത്തരവ് വന്നത്. 5 വർഷത്തിൽ കൂടുതൽ സേവനം പൂർത്തിയാക്കിയവരാണ് അവരെല്ലാം. നിയമപ്രകാരം അവർ ഗ്രാറ്റുവിറ്റി നിർണ്ണയിക്കുകയും അത് നൽകാൻ എതിർകക്ഷിയോട് നിർദ്ദേശം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പരാതി സമർപ്പിച്ചത്. അപ്പോൾ അത് പിന്നെ 1972 വകുപ്പ് 7(4) പ്രകാരം ഫോം N സമർപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ ഫോം N ആണ്, അതായത് ലേബർ ഓഫീസിലെ ഫോം N ആണ് സമർപ്പിക്കേണ്ടത്. 2 കോപ്പിയുണ്ട്, ഒരു കോപ്പി വീട്ടുകാർ സമർപ്പിക്കുന്നവർ സൂക്ഷിക്കുക, ഒന്ന് അവിടെ കൊടുക്കും. അങ്ങനെയാണ് ഇത്. ഈ അപേക്ഷകൾ അതോറിറ്റി സ്വീകരിക്കുകയും തുടർന്ന് റൂൾ 11(1) പ്രകാരം ഫോം നോട്ട് 0 നോട്ടീസ് എതിർകക്ഷിക്ക് നിയമാനുസൃതമായി നൽകി. എതിർകക്ഷി എന്ന് പറഞ്ഞാൽ ഈ ICDS ഓഫീസർക്ക് നൽകി. ഗവൺമെൻറ് പ്രൊസീജിയർ അല്ലേ, അല്ല എതിർകക്ഷിയുടെ വീട്ടിലെ സ്വകാര്യ കാര്യമല്ലല്ലോ. നൽകി. അത് 19/1/26 ഹാജരായി തൻ്റെ വാദം അവതരിപ്പിച്ചു. പിന്നീട് അപേക്ഷകരുടെ സേവന കാലാവധി അവസാനമായി വാങ്ങിയ വേതന സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്താവനയും കിട്ടി. അപ്പോൾ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എല്ലാ കേസുകളും എതിർകക്ഷി ഒരാളായതിനാൽ കേസുകളുടെ വസ്തുതകളും സാഹചര്യങ്ങളും ഒരുപോലെ ആയതിനാലും എല്ലാ അപേക്ഷകളും ഒറ്റ പൊതുവായ ഉത്തരവിലൂടെ തീർപ്പാക്കാൻ അതോറിറ്റി തീരുമാനിച്ചു. ആദ്യം 45 പേരാണ് പരാതി കൊടുത്തത്, പിന്നെ 17 പേരാണ് അവർക്ക് പണം കൊടുക്കാൻ തീരുമാനമായി. ചിലർക്ക് ചെറിയ തുക കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് വലിയ തുക കിട്ടിയിട്ടുണ്ട്. 10% പലിശയും ഉണ്ട്. ഈ 2022 മുതൽ പെൻഷൻ പറ്റിയവരാണ് ഇതിനകത്ത് പരാതി കൊടുത്തിരിക്കുന്നത്. നേരത്തെ പെൻഷൻ പറ്റിയവരും ഉണ്ട്, പക്ഷേ 22 മുതൽ 25 വരെ പെൻഷൻ പറ്റിയവരാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അത് കോട്ടയം ഓഫീസിലാണ് അവർ പരാതി കൊടുത്തത്, ഇടുക്കിക്കാർക്ക്. എല്ലാ ജില്ലയിലും ലേബർ ഓഫീസിലില്ല. അപ്പോൾ ഉള്ള ജില്ലകളിലാണ് ഈ പരാതികൾ. മറ്റ് ജില്ലകൾക്ക് കൂടി, ഇപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലകൾക്ക് പിന്നെ എവിടെയാണ്, കോട്ടയത്താണ് പരാതി കൊടുക്കുന്നത്. തൃശ്ശൂർക്കാർക്ക് പാലക്കാടാണ്. ഇങ്ങനെ പല ജില്ലകളിലും, ആലപ്പുഴക്കാർ കൊല്ലത്താണ്. ഇങ്ങനെ പല ജില്ലകളും മാറിയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ അത് അംഗനവാടിക്കാരുടെ ഓഫീസിൽ അന്വേഷിച്ചാൽ, ICDS ഓഫീസറോടൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെയുണ്ട്. എല്ലാ വാദവും കേട്ടതിന് ശേഷമാണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 വ്യവസ്ഥകൾ പ്രകാരം അപേക്ഷകർക്ക് എതിർകക്ഷിയിൽ നിന്ന് ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ അർഹതയുണ്ടോ എന്നുള്ളതാണ്. ഈ വിഷയം ഒരു തർക്ക വിഷയമല്ല. ഇതൊരു അതായത് റസ് ഇൻറ്റഗ്ര അല്ല എന്നാണ് പറയുന്നത്. 2022 ഏപ്രിൽ 25 സുപ്രീം കോടതി മാനിബൻ മഹൻബായി
ഭാര്യ വേഴ്സസ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ ദാവോദ് ആൻഡ് അതേഴ്സ് സിവിൽ അപ്പീൽ നമ്പർ 3153 ഓഫ് 2022. അതായത് ബംഗാളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളൊരു കേസാണ്. നൽകിയ സുപ്രധാന വിധിയിൽ അംഗനവാടി കേന്ദ്രങ്ങൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 1(3)B പ്രകാരമുള്ള സ്ഥാപനങ്ങൾ, അതായത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്ന് വ്യക്തമായി വിധിച്ചിട്ടുണ്ട്. അപ്പം ഇത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 45 വിരമിച്ച അംഗനവാടി ജീവനക്കാർ ഗ്രാറ്റുവിറ്റിക്ക് അപേക്ഷിച്ച് 45, നേരത്തെ 17ആണ്, പല പല സെക്ഷനായിട്ടാണ് പോയിരിക്കുന്നത്. അവരുടെ കേസുകൾ പരിഗണിച്ച് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അംഗനവാടി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് നിയമപരമായ അവകാശമുണ്ടെന്ന നിലപാടാണ് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി അവർ ഈ 72 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി സമഗ്രമായി ഈ വിധി വന്നിട്ടുണ്ട്. അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, വിദ്യാഭ്യാസ അവകാശ നിയമം, RTA, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 എന്നിവ പ്രകാരം നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്നവരാണ്. ആയതിനാൽ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ഇതിനായി അവരെ വെറും പാർട്ട് ടൈം അല്ലെങ്കിൽ ഓണറേറിയം തൊഴിലാളിയെ കണക്കാക്കാൻ പറ്റില്ല. അവരും സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്ന തൊഴിലാളികളായിട്ട് തന്നെ, അല്ലെങ്കിൽ ജീവനക്കാരായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ട. ICDSന് കീഴിൽ അവരെ ഈ പദ്ധതി സർക്കാരിൻ്റെ ഒരു വിപുലീകൃത സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ആക്ട് 72 വ്യവസ്ഥകൾ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പൂർണ്ണമായും ബാധകമാണ് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞ് ലേബർ കമ്മീഷനിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഉത്തരവുകൾ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയാൽ എല്ലാവർക്കും ഇത് എളുപ്പമായിരിക്കും. അതാണ് നമുക്ക് സർക്കാരിനോട് പറയാനുള്ള. ഒരു സർക്കാർ വനിതാ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഇറക്കിയാൽ, അല്ലെങ്കിൽ ലേബർ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു കോമൺ ഉത്തരവ് ഇറക്കിയാൽ, കാരണം ഓരോരുത്തരായി പോയി അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ പോയി കേസ് കൊടുത്താണ് വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയാൽ എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഓരോരുത്തരും പരാതിയായി പോകേണ്ട കാര്യമില്ല. എന്തായാലും ഇങ്ങനെ വരുന്നു. നമ്മളിതിൻ്റെ ഫാക്റ്റ് അങ്ങോട്ട് ജനങ്ങളിൽ എത്തിക്കുന്നു എന്ന് മാത്രമാണ്. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. കാരണം ഒരുപാട് പേര് ഇതിൻ്റെ പിറകിലുണ്ടല്ലോ. ഒത്തിരി ആളുകൾ, ഇതിൻ്റെ സംഘടനകളുണ്ട്, ആളുകളുണ്ട്, എല്ലാവരും ഈ സംവിധാനങ്ങളുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നിയമത്തിലെ സെക്ഷൻ 1(3)B പ്രകാരം നിലവിൽ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൻ്റെ അർത്ഥത്തിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 101(41) പ്രകാരം സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിർകക്ഷിയുടെ കീഴിലുള്ള അംഗനവാടി പദ്ധതി ഒരു സ്ഥാപനം അഥവാ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നും അപേക്ഷകർ ജീവനക്കാർ എംപ്ലോയീസ് ആണെന്നും അതിനാൽ അവർക്ക് എതിർകക്ഷിയിൽ നിന്ന്, അതായത് സർക്കാരിൽ നിന്ന് ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ അർഹതയുണ്ടെന്നും ഈ അതോറിറ്റി തീരുമാനിക്കുന്നതായിട്ടാണ്, അതായത് സമിതി തീരുമാനിക്കുന്നതായിട്ടാണ്. എതിർകക്ഷി പ്രസ്താവന ഭാരതീയ സാക്ഷ്യ നിധി നിയമം 23 സെക്ഷൻ 78 പ്രകാരം തെളിവായി സ്വീകരിക്കാവുന്ന സാക്ഷ്യപ്പെടുത്തിയ ഔദ്യോഗിക രേഖയാണ്. അതിനാൽ രേഖപ്പെടുത്തിയുള്ള സേവന കാലാവധി, അവസരമായി ലഭിച്ച വേതനവും അടിസ്ഥാനമാക്കി ഓരോ അപേക്ഷകയ്ക്കും ലഭിക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഉത്തരവിൻ്റെ ഭാഗങ്ങളുടെ അനുബന്ധത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര തുക കിട്ടുമെന്നുള്ളത് കൂടി കണക്കാക്കിയിട്ടാണ് ലേബർ ഓഫീസിൽ നിന്ന്, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഓഫീസിൽ നിന്ന് അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ പട്ടിക അതോട്ട് അനുബന്ധപ്പെട്ട് കാണിച്ചിരിക്കുന്ന 45 പേർക്ക്, നേരത്തെ 17 പേരെയാണ്. അപ്പം എത്രയാണോ അത്ര പേർക്കും ഏപ്രിൽ 2020 ഏപ്രിൽ 25 മുതൽ അവരെപ്പോഴാണോ പെൻഷൻ പറ്റുന്ന ആ വർഷം മതി. ഇതിപ്പോൾ ഒരു കേസാണ്, അല്ല ഒരു കാര്യത്തിലാണ് പറയുന്നത്. പക്ഷേ കൊടുത്തവർ എപ്പോഴാണോ വന്നത് അത് ആ സമയം മുതൽ 10% ലളിതമായ പലിശയോടുകൂടി ഈ ഉത്തരവ് ലഭിച്ച തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ നൽകാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളവർക്ക് 1 മാസത്തിനകത്ത് ഗ്രാറ്റുവിറ്റി കിട്ടും. അല്ലാത്ത പക്ഷം സ്റ്റാറ്റ്യൂട്ടറി ഗ്രാറ്റുവിറ്റി ആക്ടിലെ സെക്ഷൻ 8 പ്രകാരം തുക ഈടാക്കൽ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കൊടുക്കും, ഗവൺമെൻറ്റിലുള്ള പൈസയല്ലേ, അപ്പോൾ അതുകൊണ്ട് കൊടുക്കും. ഇതുപോലെ തന്നെ കൃത്യമായ ഉത്തരവുകൾ ലേബർ കമ്മീഷൻ ഓഫീസുകളിൽ നിന്ന് കേരളത്തിൽ പുറത്തിറങ്ങുന്നുണ്ട്. കിട്ടാത്ത പെൻഷൻ പറ്റുമ്പോഴാണ് ഈ ഗ്രാറ്റുവിറ്റി ആനുകൂല്യം കിട്ടുന്നത്. അപ്പോൾ പെൻഷൻ പറ്റിയിട്ടുള്ള അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാരും ദയവ് ചെയ്ത് ഇത് കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങളുടെ ICDS ഓഫീസുകളിലും ലേബർ ഓഫീസുകളിലും കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ നേടിയെടുക്കുക. എല്ലാവർക്കും ഇത് കിട്ടട്ടെ. നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് ഒരു ക്ലെയിമും ഇല്ല. നമ്മൾ ചില വിഷയങ്ങൾ, അംഗനവാടിക്കാരെ സംബന്ധിക്കുന്ന കുറച്ച് വിഷയങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ, അത് അംഗനവാടിക്കാരും ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഏജൻസികളും ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കുറേ വീഡിയോസ് ചെയ്തിരുന്നു. അതിൽ ഒരു വീഡിയോ ആണ് ഗ്രാറ്റുവിറ്റിയും. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് കിട്ടാൻ വേണ്ടി, ഇപ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരവിലൂടെ, സർക്കാർ ഒരു ഒറ്റ ഉത്തരവിലൂടെ എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് പ്രസക്തിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. കാരണം ഒറ്റപ്പെട്ടൊക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇത് അവരെ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഗ്രാറ്റുവിറ്റി കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ നിങ്ങൾ ആദ്യം ICDS ഓഫീസുമായി ഇത് ബന്ധപ്പെടുക. ഇങ്ങനൊരു ഉത്തരവിനെ സംബന്ധിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടും. ഇനി എന്തെങ്കിലും ഒരു തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ജില്ലാ ലേബർ കമ്മീഷണർ ഓഫീസുമായി, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസുമായി നിങ്ങൾക്ക് ആരെങ്കിലും അയച്ച് ഒന്ന് ബന്ധപ്പെട്ട് വിവരങ്ങൾ എടുക്കാം.
ഇത് സംബന്ധമായിട്ടുള്ള ഉത്തരവുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ധാരാളമായി കറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കൂട്ടർക്കും, ഇടുക്കി അടിമാലി ഭാഗത്തുള്ള രണ്ട് കൂട്ടർക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് വളരെ സന്തോഷം. അവർക്കിത് കിട്ടിയതിലും സന്തോഷം. ബാക്കിയുള്ളവർക്ക് കൂടി ഈ തുക കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.